ഹലോ, നമസ്കാരം. റെയിൻ ഡിയർ എന്നിട്ടൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാൻ ആവശ്യം. റിച്ചാർഡ് ഗാഡ് എന്ന് പറഞ്ഞ ആളാണ് അതിൽ അഭിനയിക്കുന്നതും. അയാളുടെ ഒരു ഓട്ടോബയോഗ്രാഫിക്കൽ ഒരു വൺ മാൻ ഷോ ഉണ്ട്. അപ്പോൾ അത് വൺ മാൻ ഷോ എന്നാണെന്ന് തോന്നുന്ന ഒരു പേര്. അതിനെ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണിത്. ഒരു 8 എപ്പിസോഡിലൊരു മിനി സീരീസാണ്. സ്റ്റോക്കിംഗ് ആണ് വിഷയം. അതായത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ പിന്നാലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ഒബ്സഷൻ കാരണം കൂടെ പോകുന്നതിനെ ആണല്ലോ നമ്മൾ ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിങ്ങിനെ കുറിച്ച്, അയാളെ സ്റ്റോക്ക് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അയാളത് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിച്ചാർഡ് ഗാഡ് എന്നുള്ള ക്യാരക്ടർ, അയാൾ ഒരു കൊമേഡിയൻ ആവണം എന്ന് താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ കോമഡിയൊക്കെ ഭയങ്കര അബദ്ധമാണ്. കാരണം അയാൾ പല ഓപ്പൺ മൈക്കിൽ പോവും, കോമഡി ചെയ്യാൻ നോക്കും. അവിടെ ഒന്നും ഒരു രക്ഷയുണ്ടാവില്ല. കാരണം അവിടെയൊക്കെ ആൾക്കാർ ചിരിക്കില്ല. അയാളോട് മേലിൽ ചിരിക്കുക എന്നുള്ളത് അല്ലാണ്ട് അയാളെ തമാശേൻ്റെ മുകളിൽ ആരും ചിരിക്കുന്നില്ല. കോമഡി ഈസ് എ വെരി വെരി ഡിഫിക്കൽട്ട്, ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കലയാണ് ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കുക എന്നുള്ളത്. എനിവേ, ഇയാൾ അപ്പോൾ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ഹി ഹാസ് ടു വർക്ക്, പോയിട്ട് ഒരു ബാർടെൻഡർ ആയിട്ട് ഒരു ബാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി അവിടെ ഒരു സ്ത്രീ വരികയാണ്. അവർ പറയും അവർ ലോയറാണ്, ഇതാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇയാൾ ഓൺ ദ ഹൗസ് എന്തോ കുടിക്കാൻ കൊടുക്കും, കോക്കോ എന്തോ ഒരു സാധനം കുടിക്കാൻ കൊടുക്കും. അങ്ങനെ നമ്മൾ സ്ഥിരം ഇയാളുടെ ബാറിൽ വരികയാണ്. ഇയാൾ ബാറിൽ വരികയാണെന്ന് മാത്രമല്ല, ഇയാൾക്ക് ടെക്സ്റ്റ് ചെയ്യണം. ഇവർ നമ്പറൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ ഇയാളെ ടെക്സ്റ്റ് ചെയ്യുന്നു. ഇയാളെ ആകപ്പാട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇയാളെ മുകളിലായിട്ട് ഒബ്സെസ്ഡ് ആവുകയാണ്. ആൻഡ് ഹി ബിക്കംസ് എക്സ്ട്രീംലി ഒബ്സെസ്ഡ് വിത്ത് ഹിം ദാറ്റ് അയാളുടെ ജീവിതം താറുമാറായി പോവുകയാണ്. അങ്ങനെ അയാളുടെ റിലേഷൻഷിപ്സ്, അയാളുടെ ജോലി, അയാളുടെ കോമഡി കരിയർ അയാൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്, അങ്ങനെ എല്ലാ സാധനത്തിലേക്കും ഈ സ്ത്രീയുടെ കടന്നുകയറ്റമാണ്. ഇയാൾക്കപ്പം ആ സ്ത്രീയോട് ഇയാൾക്ക് ദേഷ്യമാണ്, വിരോധമാണ്, ഒഴിവാക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ഇയാളുടെ ജീവിതത്തിൽ ഒരു 8 എപ്പിസോഡ് കൂടെ ഇയാളുടെ ജീവിതത്തിൽ ഈ സ്റ്റോക്കിങ് നടക്കുകയാണ്. പിന്നെ ഇയാളുടെ അച്ഛനമ്മമാരിലേക്ക് ഈ സ്ത്രീയുടെ ഇൻവോൾവ്മെൻറ്റ് പോവുകയാണ്. ഇയാൾ താമസിക്കുന്ന ഇയാളുടെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ അമ്മയുടെ കൂടെയാണ് ഇയാൾ താമസിക്കുന്നത്, പേയിങ് ഗസ്റ്റായിട്ട്. അവിടെ വന്നിട്ട് ഇയാളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അങ്ങനെ ഇയാളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ്ലി ഇയാളുടെ കൺട്രോളിലല്ലാണ്ട് പോയി പോകുന്നൊരു സ്ഥിതിയാണ്. ഇതൊരു കോമഡി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതേ സമയത്തൊരു ത്രില്ലറും കൂടിയാണ്. കാരണം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, അങ്ങനെ ഒരാൾ നമ്മളുടെ പിന്നാലെ കൂടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ സ്ഥിതി എന്നുള്ളത്. നമുക്ക് എവിടെ പോകാനും പറ്റില്ല. ഇത് കേസ് കൊടുക്കാൻ നോക്കുന്ന സമയത്ത് അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള പറയണേ. പക്ഷേ അവർക്ക് ഇയാളെ കാണരുത് എന്നൊക്കെ ഓർഡർ കൊടുത്താലും അവർ എന്തെങ്കിലുമൊക്കെ വഴിയിൽ ഇയാളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും, ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവർ ലോയറാണോ, ഇവരെന്താണ്, ഇവരിങ്ങനെ എന്തിനാണ് ചെയ്യുന്ന, ആരാണ്, ഇങ്ങനെയൊക്കെയാണ് സിനിമേൻ്റെ ഒരു ആ സീരീസിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഈ സീരീസ് കണ്ടത് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതിൽ വെച്ചിട്ടാണ്, എൻ്റെ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് ഞാനിതിൻ്റെ എപ്പിസോഡ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അപ്പം അങ്ങനെയാണ് കണ്ടത്. കുറേ കാലമായിട്ട് സീരീസുകളൊന്നും കാണാതെ കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ആ സീരീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പാരൻ്റ്ലി ആൾക്കാർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. റെയിൻ ഡിയർ, ബേബി റെയിൻ ഡിയർ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്, നോട്ട് റെയിൻ ഡിയർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സീരീസ് കാണണമെന്നുണ്ട്, കുറച്ച് ത്രില്ലറാണെന്നുണ്ട്. പിന്നെ ഇത് ഒരു കുട്ടികൾക്കൊന്നും കാണാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദർ ഇസ് എ ഡിഫറെൻ്റ് ആസ്പെക്ട്, സെക്സ്, ഡ്രഗ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ചിത്രീകരണം ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഫോർ കിഡ്സ്, നോട്ട് ഫോർ മേ ബി ഈവൻ ദ ഫെയിൻറ്റ് ഹാർട്ടഡ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബേബി റെയിൻ ഡിയർ ആണ് ഇന്നത്തെ പഹയൻ മൂവീസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലും ഒരു സിനിമയുടെ കാര്യമോ സീരീസിൻ്റെ കാര്യമൊക്കെ ആയിട്ട് വീണ്ടും വരാം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.